ഭൂലോകത്തിന്റെ വിജയരാജ്ഞി അധ്യായം 4 ഈശോ സിസ്റ്റർ നതാലിയയെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. വിശ്വാസം. ജീവൻ ദൈവത്തിന്റെ ശ്വാസമാണ്. ഒരിക്കൽ ഈശോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഓരോ മനുഷ്യന്റെയും ജീവൻ ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്ന് വരുന്നു. ഈ ശ്വാസം ജീവൻ നിലനിർത്തുന്ന ആത്മാവാണ്. ദൈവം ഒരു ആത്മാവിനെ സ്പർശിക്കുമ്പോൾ ദൈവം സ്വയം കണ്ടുമുട്ടുകയാണ്. ദൈവം അവിടുത്തോട് തന്റെ സ്നേഹത്തിൽ ഒന്നായി ചേർന്നിരിക്കുന്നു. ശരീരം ഒരു വാഹനം മാത്രമാണ്. ദൈവം ഒരു ആത്മാവിൽ സ്വയം സംഗമിക്കുമ്പോൾ ശരീരം പിന്നെ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് ആത്മാവിന് തോന്നും. ജീവൻ ദൈവത്തിന്റെ ശ്വാസമാണെന്ന് അങ്ങനെ ഞാൻ പഠിച്ചു. എനിക്ക് ദൈവവുമായി കണ്ടുമുട്ടുക സാധ്യമല്ല. എന്നാൽ ദൈവം എൻ്റെ ആത്മാവിനെ സ്പർശിക്കുമ്പോൾ അവിടുന്ന് സ്വയം കണ്ടുമുട്ടുകയാണ്. എൻ്റെ ആത്മാവിൽ അവിടുന്ന് തന്നോട് തന്നെ ഒന്നു ചേരുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ രഹസ്യം. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ദൈവം നമ്മുടെ ഉള്ളിലാണോ അതോ നാം ദൈവത്തിലാണോ എന്ന് ഒരിക്കൽ ഞാൻ ഈശോയോട് ചോദിച്ചു. അവിടുന്ന് മറുപടി തന്നു, രണ്ടും ഒന്ന് തന്നെ. എന്റെ ശരീരവും രക്തവും നിന്റെ ശരീരത്തിലേക്ക് പോകും. ഞാൻ നിന്നിൽ വസിക്കുന്നു, നീ എന്നിലും വസിക്കുന്നു. ആത്മീയ സമരത്തിൽ മാതാവ് സഹായിക്കുന്നു. ഈശോ പറഞ്ഞു, ജ്ഞാനസ്നാനത്തിലൂടെ ഓരോരുത്തർക്കും സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള കൃപ സ്വീകരിക്കാൻ കഴിയും. എന്നാൽ ജ്ഞാനസ്നാനത്തിലൂടെയുള്ള കൃപയെ തിരസ്കരിക്കുന്നവർക്ക് ഈ ജ്ഞാനസ്നാന കൃപ ഒരു ഫലവും പുറപ്പെടുവിക്കുകയില്ല. മനുഷ്യനും ദൈവവും തമ്മിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സാത്താന് കാണാൻ സാധ്യമല്ല. നമ്മുടെ മനസ്സ് അവന് വായിച്ചെടുക്കാൻ കഴിയുകയില്ല. അവൻ വ്യക്തിയെ ശ്രദ്ധിച്ചുകൊണ്ട് മുഖഭാവത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഊഹിച്ചെടുക്കാൻ ശ്രമിക്കും. മുഖത്തു നിന്ന് അവൻ തിന്മ വായിച്ചെടുത്താൽ വിജയം അവൻ്റേതായിരിക്കുമെന്ന് അവൻ തീർച്ചപ്പെടുത്തും. ഈ സമരത്തിൽ നാം ഈ വചനം ഓർക്കണം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഉൽപ്പത്തി 3:15. പരിശുദ്ധ കന്യകാമറിയം അവളുടെ മക്കളെ സദാ ശ്രദ്ധിച്ചു വളർത്തുന്നതിന് സഭയുടെ മാതാവായി തീർന്നു. ഒരു അമ്മ അവളുടെ മക്കളിൽ നിന്ന് സാധാരണഗതിയിൽ ആവശ്യപ്പെടുന്നതിൽ കൂടുതലായി പരിശുദ്ധ മാതാവ് ഒന്നും ആവശ്യപ്പെടുന്നില്ല. വിശ്വാസവും ശരണവും. പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും ചട്ടക്കൂടിൽ ഇവ രണ്ടും കണ്ടിരിക്കണം. പുണ്യപ്രാപ്തിക്കായി ഈശോയുടെ കൂടെ ആയിരിക്കുക. ഈശോ ഇപ്രകാരം പറഞ്ഞു, വേർപെട്ടുപോയ ഒരു ആത്മാവിന്റെ വിധിവിഹിതത്തെക്കുറിച്ച് നിങ്ങൾ ഒട്ടധികം വിചാരപ്പെടേണ്ട. എന്നിരുന്നാലും ആർക്കു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്രകാരം പറഞ്ഞാൽ മതി, എന്റെ ഈശോയെ, ഈ ആത്മാവിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നില്ല. അങ്ങയുടെ കരുണയിലും നന്മയിലും ഞാൻ ശരണപ്പെടുന്നു. തിരുഹിതം നിറവേറുമാറാകട്ടെ. എത്രമാത്രം ഞാൻ ആ ആത്മാവിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. വേർപെട്ടുപോയ ഒരു ആത്മാവിനെ സംബന്ധിച്ച് കൂടുതലായൊന്നും നിങ്ങൾ അപേക്ഷിക്കരുത്. ഒരു വിശുദ്ധൻ അഥവാ വിശുദ്ധ ആകാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും നിങ്ങൾ ആവശ്യത്തിലധികം ചിന്താകുലരാകരുത്. എന്നെ സ്നേഹിക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ എന്നിൽ നിമഗ്നരാവുക. എന്നെക്കുറിച്ച് സദാ ചിന്തിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്നോട് സംഗമിക്കാൻ ശ്രമിക്കുക. നിന്നെ വിശുദ്ധയാക്കുന്നവൻ ഞാനാണ്. ഈ വിധത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ പ്രതീക്ഷകളെയും അതിശയിക്കുന്നതായിരിക്കും എന്നിൽ നിന്ന് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ഈശോയുമായി ഐക്യപ്പെടുന്നതിനുള്ള താക്കോൽ. ഈശോ എന്നോട് സംയോജിക്കുന്നതിനുള്ള കാതൽ ഞാൻ ആത്മാവിനും ആത്മാവ് എനിക്കും വേണ്ടിയാണ് എന്നുള്ളതിന്റെ പരിപൂർണമായ ഗ്രാഹ്യമാണ്. ഈശോ സദാ കൂടെയുണ്ട്. ഒരിക്കൽ ഞാൻ തീർത്തും ക്ഷീണിച്ച് അവശയായപ്പോൾ
ഈശോ എന്നോടൊപ്പം ഇല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഭയചകിതയായി ഞാൻ കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങി. എന്റെ ഈശോയെ, അങ്ങ് എവിടെയാണ്? അപ്പോൾ ഈശോ പ്രത്യുത്തരിച്ചു, ഞാൻ എപ്പോഴും നീ ആയിരിക്കുന്നിടത്ത് തന്നെയുണ്ട്. എന്നാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നീ എപ്പോഴും ആയിരിക്കുന്നില്ല. അതേക്കുറിച്ച് ധ്യാനിക്കുക. ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്റെ ഈശോയെ, അങ്ങയുടെ സത്യമായ വാക്കുകളെ ഞാൻ വാഴ്ത്തുന്നു. തിരുരക്തത്തിന് ക്ഷാമമുണ്ടാവുകയില്ല. ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ കണ്ടുമുട്ടിയ ആത്മാക്കളിൽ നിന്ന് ഈശോയുടെ രക്തത്തിനു വേണ്ടി അവർ എത്രയോ ദാഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതേക്കുറിച്ച് ഞാൻ ഈശോയോട് ചോദിച്ചു. അവിടുന്ന് മറുപടിയായി പറഞ്ഞു, ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വിശുദ്ധ കുർബാന മാത്രമേ അർപ്പിച്ചുള്ളൂ. എന്നാൽ തന്നെ എന്റെ രക്തം ക്ലേശിക്കുന്ന മാനവരാശിയുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും സമൃദ്ധമായി ചൊരിയപ്പെടും. ഭൂമിയിലെ എന്റെ രഹസ്യാത്മക ജീവിതത്തിന്റെ രഹസ്യം ഇതാണ്. ഈ രഹസ്യം പരിശുദ്ധ ത്രിത്വം മാത്രമേ പൂർണ്ണമായി അറിയുന്നുള്ളൂ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അവസാനത്തെ വ്യക്തി വിട്ടുപോകുന്നതുവരെ ഇത് ഒരു രഹസ്യമായി തന്നെ തുടരും. ഞാൻ കൂടുതലായി അവിടുത്തോട് ആരാഞ്ഞു, എന്റെ ഈശോയെ, ഈ ലോകത്തിൽ ഒരൊറ്റ വിശുദ്ധ കുർബാന മാത്രമേ അർപ്പിക്കപ്പെട്ടുള്ളൂ എന്ന് വരികിൽ എന്ത് സംഭവിക്കും? ഈശോ ഉത്തരം നൽകി, എന്നാലും കൂടുതൽ ദിവ്യബലികൾ അർപ്പിച്ചാൽ എന്ന പോലെ എന്റെ രക്തം ആത്മാക്കളുടെ മേൽ ഇവിടെ ഭൂമിയിലും ശുദ്ധീകരണ സ്ഥലത്തും സമൃദ്ധമായി ഒഴുകും. ഈശോയ്ക്ക് പാപികളോടുള്ള സ്നേഹം. ഒരു രാത്രിയിൽ ഞാൻ ഈശോയോട് സംഭാഷണത്തിലായിരുന്നപ്പോൾ ഈശോ പാപികളെ എത്രയോ അധികം സ്നേഹിക്കുന്നു എന്ന് കണ്ട് ഞാൻ അവിടുത്തോട് ചോദിച്ചു, പാപികളുടെ ആത്മാവിൽ നിന്ന് അങ്ങയെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായി സ്വർഗത്തിലോ ഭൂമിയിലോ എന്തെങ്കിലുമുണ്ടോ? അവിടുന്ന് ഉത്തരം പറഞ്ഞു, പാപിക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഭൂമിയിലോ സ്വർഗത്തിലോ ഒരു ശക്തിക്കും എന്റെ കരുണാനിർഭര സ്നേഹത്തെ തിരിച്ചുവിടാൻ സാധ്യമല്ല. കരുണാനിർഭര സ്നേഹത്തിന്റെ ചുംബനങ്ങൾ. ഈശോ പറഞ്ഞു, ഓരോരുത്തരോടും, അതായത് നല്ലവരാകാൻ പരിശ്രമിക്കുന്ന ഓരോരുത്തരോടുമാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത്. എന്റെ പ്രിയ മകളെ, ഓരോ ജീവിതവും അത് ദൈവത്തിൽ ജീവിക്കുകയാണെങ്കിൽ വലിയ മൂല്യമുള്ളതായിരിക്കും. എന്നാൽ മനുഷ്യജീവിതം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ എന്റെ കരുണാനിർഭര സ്നേഹത്തിൽ ശരണപ്പെടണം. നിങ്ങളുടെ ചാബല്യങ്ങളോട് സ്ഥിരമായ ക്ഷമ ഞാൻ കാണിക്കും. നിങ്ങളുടെ ബലഹീനത നിങ്ങളെ പാപദോഷങ്ങൾ ചെയ്യാൻ ഇടവരുത്തുമ്പോൾ, ഇവിടെ ഈശോ ചാവുദോഷങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് എന്ന് അവിടുന്ന് ഊന്നിപ്പറഞ്ഞു. ആത്മാർത്ഥമായി അവയെക്കുറിച്ച് നിങ്ങൾ ഖേദിച്ചുകൊണ്ട് എന്റെ അടുക്കൽ ഓടി അണഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചുംബനം തരും. പാപം ചെയ്തതിനല്ല, അതിനെക്കുറിച്ച് ദുഃഖിച്ചതിന്. ഒരു ദിവസം 10 പ്രാവശ്യം വീണുപോയാൽ അവയെക്കുറിച്ച് ഖേദിച്ചതിന് 10 ചുംബനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാത്രി ഞാൻ ഉണർന്നപ്പോൾ ഞാൻ ഈശോയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഞാൻ അവിടുത്തോട് പറഞ്ഞു, അങ്ങയ്ക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ ഇതാ ഞാൻ. അവിടുന്ന് മറുപടി പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നു എന്നതല്ല പ്രധാനം. എന്നോട് കൂടെ നീ എപ്പോഴും ആയിരിക്കുക എന്നതാണ് പ്രധാനം. പരിപൂർണരായിരിക്കുക എങ്ങനെ? മത്തായി 5:48 വിശുദ്ധ ലിഖിതം പരിപൂർണരായിരിക്കുക എന്നെ വളരെ സങ്കടപ്പെടുത്തി. ഈശോയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്റെ നല്ല ഈശോയെ, അങ്ങയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടാൻ കഴിയുക? ബലഹീനതയുടെയും പാപത്തിന്റെയും ഭാരം വഹിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാണ് പരിപൂർണരാകാൻ കഴിയുക? ഈശോ മറുപടി പറഞ്ഞു, ഒരു ആത്മാവ് എന്നിൽ വസിക്കുന്നെങ്കിൽ അപ്പോൾ ഞാനാണ് ആ ആത്മാവിലുള്ള പരിപൂർണത.